ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു കിഡിലൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ പല കൂട്ടുകാരും ഇപ്പോഴും വാട്ടർ മാർക്കോട് കൂടിയിട്ടുള്ള കൈനി മാസ്റ്റർ പോലെയുള്ള ആപ്ലിക്കേഷൻസാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് സിമ്പിളായിട്ട് HD ക്വാളിറ്റിയിൽ വാട്ടർ മാർക്ക് ഇല്ലാതെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് VN വീഡിയോ എഡിറ്റർ. അപ്പോൾ VN വീഡിയോ എഡിറ്ററിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തുടർന്ന് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ ആദ്യം ചെയ്തു വെച്ച പ്രൊജക്റ്റൊക്കെ ഇതുപോലെ ലിസ്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ പ്രൊജക്റ്റ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ ഗാലറിയിലേക്കാണ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാം, ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഫോൾഡറിലാണ് നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ് ഉള്ളതെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഞാനിപ്പോൾ വീഡിയോസിൻ്റെ അകത്തുനിന്ന് 2 വീഡിയോസ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് വേണ്ട 2 വീഡിയോസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വോയിസ് ഉണ്ട്, ഓൾറെഡി ചെറിയ നോയ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് മ്യൂട്ട് ചെയ്യണം. കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്തു. അപ്പോൾ 2 ക്ലിപ്പാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും ഇതേപോലെ തന്നെ മ്യൂട്ട് ചെയ്യാനാണെങ്കിൽ അപ്ലൈ ടു ഓൾ കൊടുക്കാം. മറ്റുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഓരോ ക്ലിപ്പും സെലക്ട് ചെയ്ത് മ്യൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് അപ്ലൈ ടു ഓൾ കൊടുത്താൽ എല്ലാത്തിലും അതേപോലെ തന്നെ സെറ്റിങ്സ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതൊന്ന് ട്രിം ചെയ്യണം. അപ്പോൾ ട്രിം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം, ഇങ്ങനെ വലിച്ചു നീട്ടാം. നമുക്ക് വേണ്ട രീതിയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതായത് 2 ഒരു 5 സംതിങ് അങ്ങനെയാണ് വെക്കുന്നത്. ഒരു 10 സെക്കൻഡുള്ള ഷോട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതും അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ടൈറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത് ഡിലീറ്റ് ആക്കി കളയാണ്. ഇപ്പം നെക്സ്റ്റ് നമുക്ക് ആവശ്യം മ്യൂസിക്കാണ്. ഇതിൽ അത്യാവശ്യത്തിനുള്ള എഫക്റ്റൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ പ്രാങ്കൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ട്യൂ അങ്ങനെയുള്ള സൗണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ തന്നെ കിട്ടും. ഞാനിപ്പോൾ നെറ്റ് ഓഫാക്കിയിട്ടാണുള്ളത്, അതുകൊണ്ട് എഫക്റ്റ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം നെറ്റ് ഓണാക്കിയാൽ നോട്ടിഫിക്കേഷൻസൊക്കെ വരും. ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അതിപ്പോൾ കാണിക്കുന്നില്ല. അതിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച മ്യൂസിക് ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓഡിയോ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആവശ്യം ഇതിലൊരു സബ്സ്ക്രൈബർ ബട്ടൺ ആവശ്യമുണ്ട്. അപ്പോൾ അതും ഇതിൽ തന്നെ ഉണ്ട്. ഇതിൽ നെറ്റ്, അതായത് ഡാറ്റ ഓണാണെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കുറച്ച് ഇതിലുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇതാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്.
ഇത് നമുക്ക് വലിച്ചു നീട്ടാനൊക്കെ പറ്റും. ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ആണെങ്കിൽ നമുക്കിത് വന്നുകൊണ്ടേയിരിക്കും ഇത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ക്രോമാക്കിയൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൽ സ്റ്റിക്കറൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. സബ്സ്ക്രൈബർ ബട്ടൺ, അതുപോലെ ലൈക്ക് ബട്ടൺസ്, ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സംഗതി കിട്ടും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ റേഷ്യോ ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒറിജിനലാണ്. ഞാനിപ്പോൾ 9:16 ഇതാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഇതിൽ ട്രാൻസിഷൻസും ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ട്രാൻസിഷൻ ഇതാണിപ്പോൾ കൊടുക്കുന്നത്, റൊട്ടേറ്റ്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ വോളിയം ഒന്ന് ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സ്പീഡ്, സ്ലോ മോഷൻ വേണമെങ്കിൽ സ്ലോ മോഷൻ, അതൊക്കെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഉണ്ടോ ഇതിലിപ്പോൾ ഇതിലുള്ള ഡോട്ട്, നിങ്ങൾക്ക് എക്സ്ട്രാ ഡോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഡോട്ട് ആഡ് ചെയ്യാം, ആഡ് പോയിൻറ്റ്, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് സ്ലോ മോഷൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ എക്സ്ട്രാക്റ്റ് ഓഡിയോ, വോളിയം, ബോർഡേഴ്സ് വെക്കാം, ക്രോപ്പ് ചെയ്യാം, ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ ഫിൽറ്റർ മെയിനായിട്ടുള്ള സംഭവമാണിത്. ഇതിൽ ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സൊക്കെ ഉണ്ട്. ഇതിൽ എക്സ്ട്രാ ഫിൽറ്റേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഡൗൺലോഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫിൽറ്റേഴ്സ് ഒന്നും കൊടുക്കണില്ല, തൽക്കാലത്തേക്ക് ഇത് മതി. പിന്നെ ഇതിൽ ക്രോമാക്കി ഉണ്ട്, അതും നമുക്ക് ഇതിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു ക്രോമാക്കി ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു സബ്സ്ക്രൈബർ ബട്ടണാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് ക്രോമാക്കി, ഇവിടെ ക്രോമ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏതാണോ ഇറേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കുക. ഓക്കെ അടിച്ചാൽ സംഗതി ഓക്കെ ആയി. കണ്ടില്ലേ? നമുക്ക് 2 സബ്സ്ക്രൈബർ ബട്ടൺസിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, നമ്മളിത് എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. എക്സ്പോർട്ടിലിപ്പോൾ റെസൊല്യൂഷൻ 1080p ഉണ്ട്, 2.7K ഉണ്ട്, 4K ഉണ്ട്, 60 FPS വരെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ബിറ്റ് റേറ്റും അതുപോലെ തന്നെ ഹൈ ബിറ്റ് റേറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ വീഡിയോ ആയതുകൊണ്ട് 4K പെട്ടെന്ന് തന്നെ റെൻഡറായി വരും. ഇതിൽ ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പോലെ ഇവിടെ തന്നെ VN വീഡിയോ എഡിറ്ററിൻ്റെ ഒരു സോഷ്യൽ പേജ് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സേവ് ടു ആൽബം കൊടുത്താൽ നമ്മളെ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും.